പോകുന്നത് കൊച്ചിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കടപ്പുറ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈ ഇരിക്കുന്ന ഫിഷ് ഐറ്റംസിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വെയിറ്റ് നോക്കിയിട്ട് ഗ്രിൽ ഓർ തവ ഫ്രൈ ചെയ്യാവുന്നതാണ്. അവിടെ ഒത്തിരി ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കൊഞ്ചും കാളാഞ്ചിയും ചെമ്പല്ലിയും നങ്കും പിലോപ്പിയും കരിമീനും അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ പിലോപ്പി ആയിരുന്നു കേട്ടോ എടുത്തത്. അതപ്പോ വെയിറ്റ് ഒക്കെ നോക്കി തവ ഫ്രൈ ചെയ്യാനായിട്ട് കൊടുത്തു. റെസ്റ്റോറന്റിന്റെ അകത്ത് കയറിയപ്പോൾ ഈവനിങ് സ്പെഷ്യൽസ് ഒക്കെ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വെറൈറ്റി സീ ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള റെസ്റ്റോറന്റ് മാത്രമല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനും. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് പുറകില് ഫിലിം സ്റ്റാർ ഇർഷാദിനെയും ഫ്രണ്ട്സിനെയും കണ്ടത്. കണ്ട് ചിരിച്ച് ഹായ് ഒക്കെ പറഞ്ഞു. നമ്മൾ ഓർഡർ ചെയ്ത തവ ഫ്രൈ ആണ് കേട്ടോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല വേറെ കുറെ ഫിഷ് ഐറ്റംസും ചിക്കനും എല്ലാം ഇവിടെ ഗ്രില്ലൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ തവ ഫ്രൈ എത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ കപ്പയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവര് സ്പെഷ്യൽ ഫിഷ് ഗ്രേവിയും തന്നിട്ടുണ്ട്. ആ മസാലയിലൊക്കെ പൊടിഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ അതെങ്ങനെയെങ്കിലും അകത്താക്കാനായിരുന്നു തോന്നിയത്. വായിലൂടെയൊക്കെ കപ്പലോടുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. നല്ല ചൂടുള്ള കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് ഒഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. തവ ഫ്രൈ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മസാലയിൽ നമുക്കിപ്പം സ്പൈസസ് കുറച്ചോ അതോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവരതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തരും. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ മസാലയൊക്കെ ആ ഫിഷിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു തവ ഫ്രൈയുടെ കൂടെ കഴിക്കാനായിട്ട് അവിടെ ഒരുപാട് കോമ്പിനേഷൻസ് അവൈലബിൾ ആയിരുന്നു. മന്തി റൈസ്, അപ്പം, കപ്പ, അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോ കപ്പയായിരുന്നു ചൂസ് ചെയ്തത്. ആ മസാലയൊക്കെ ആണെങ്കിൽ വെറുതെ എടുത്ത് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. കപ്പയും ഫിഷ് ഗ്രേവിയും അതിന്റെ കൂടെ ഈ തവ ഫ്രൈയും കൂടി ചേർന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഞാൻ മാക്സിമം എല്ലാ പോർഷൻസും കഴിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. ഉച്ചയ്ക്ക് ഇവിടെ വന്ന് മീൽസ് കഴിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. അതുകൊണ്ടാണ് ഈവനിങ് വന്നത്. മീൽസ് കിട്ടാത്തതിൻ്റെ നഷ്ടബോധം അപ്പോൾ ഇങ്ങനെ മാറി കിട്ടി. ഇവരുടെ ഉച്ചയ്ക്കത്തെ മീൽസിനെ പറ്റി നല്ല അഭിപ്രായമാണ്. സോ ഇനി നെക്സ്റ്റ് ടൈം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഫിഷ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലാസ്റ്റ് ലൈം ജ്യൂസും കുടിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡ് നിർത്തി. അപ്രോക്സിമേറ്റ്ലി ഒരു 1 കിലോ അടുപ്പിച്ച് വരുന്ന ഒരു ഫിഷ് ആയിരുന്നു ഇത്. സത്യം പറയാലോ ഈ ഒരു ഫിഷും ഒരു കപ്പയും രണ്ടുപേർക്ക് നല്ലോണം ആസ്വദിച്ച് കഴിക്കാവുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അഫോർഡബിൾ റേറ്റും ആണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ഷെയ്ഡ്സ്.